ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവകേരള യാത്രാ വേളയിൽ മലപ്പുറത്ത് പ്രസംഗിച്ചതാണ്. ഈ അക്യുപങ്ചർ ചികിത്സ എന്ന പേരിൽ ഒരു സൂചിയും കൊണ്ട് നടന്ന് രോഗിയായി ചെല്ലുന്നവൻ ഡോക്ടറായി മാറി മനുഷ്യനെ കൊല്ലുന്ന അവസ്ഥ പലയിടങ്ങളിൽ പലതരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാത്യു കുഴൽനാടനെയും അല്ലെങ്കിൽ നമ്മുടെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും അല്ലെങ്കിൽ രാഷ്ട്രീയമായി കിട്ടുന്ന ആരെയെങ്കിലും സവിശേഷമായി കൈകാര്യം ചെയ്യുന്ന വേഗതയും അതിൻ്റെ കൈയടക്കവും അതിൻ്റെ തന്മയത്വവുമൊന്നും ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ ഉന്മൂലനം ചെയ്യാനും ജയിലിലടയ്ക്കാനും വേണ്ടി സർക്കാർ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമായ അവസ്ഥയാണ്. എന്തിനാണ്, ആരെയാണ് ഭയപ്പെടുന്നത്? അതോ അതിൻ്റെ പിന്നിലും ഏതെങ്കിലുമൊക്കെ സ്പോൺസർമാരുണ്ടോ? ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വലിയ വലിയ ലോബികളുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നും ഒരു വാർത്ത കേൾക്കേണ്ടി വന്നു. മുഹ്സിന എന്നാണ് 37 വയസ്സുള്ള ആ സ്ത്രീയുടെ പേര്. 7ാമത്തെ പ്രസവമായിരുന്നു. ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് ആ മുഹ്സിന എന്ന് പറയുന്ന 37 വയസ്സ് മാത്രം പ്രായമുള്ള അമ്മയും 3 ദിവസം ആയ കുഞ്ഞുമാണ് മരിച്ചത്. ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ ചികിത്സിച്ച് ഒരു മനോരോഗിയായ ഭർത്താവ് ഒരു മുട്ടുസൂചിയും കൊണ്ട് നടന്ന് കാണിക്കുന്ന ഈ ജൽപ്പനത്തിന് യഥാർത്ഥത്തിൽ അതേ നാണയത്തിൽ ചെയ്യേണ്ടത് ആ മുട്ടുസൂചി അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അവന് വേദനയെടുക്കുന്ന പൊടിക്കുഞ്ഞു പോലിരിക്കുന്ന ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ അതിനകത്ത് കുത്തിയാണ് അതിന് ശിക്ഷ നൽകേണ്ടത്. കാരണം ഇത് ഇഷ്ടം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളിൽ ഇത് തിരിച്ചറിയാൻ നന്നായി കഴിയുന്നുണ്ട്. കുട്ടികളെ ചികിത്സിക്കാതിരിക്കുക, ആശുപത്രിയിൽ കൊണ്ടുപോകാതിരിക്കുക, മരുന്നെല്ലാം വലിയ കുഴപ്പമാണെന്ന് പറയുക, അല്ലെങ്കിൽ അതിൻ്റെ വേറെന്തെങ്കിലും ന്യായം പറയുക, ഇതിനൊക്കെ പ്രത്യേകം ബില്ല് കൊണ്ടുവന്ന് അത് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത്തരം വ്യാജ ചികിത്സകരെ കൈകാര്യം ചെയ്യുകയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഗവൺമെൻറ് എന്താണ് ഇതിൽ മടിക്കുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. എത്ര മനുഷ്യജീവനുകളാണ് അകാലത്തിൽ ഈ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൊഴിഞ്ഞുപോയത്. ഒരുപാട് അക്യുപങ്ചറികളും അക്യുപങ്ചറന്മാരും കേരളം മുഴുവൻ മുട്ടുസൂചിയും കൊണ്ട് നടന്ന് ആളുകളുടെ പുറത്ത് കുത്തി ജീവിക്കുകയാണ്. 2-3 മാസം പരിശീലനം, അതിന് 1 വർഷത്തെ കാശ് വാങ്ങിച്ച് നീളത്തിലൊരു സർട്ടിഫിക്കറ്റ് കയ്യിലടിച്ചു കൊടുക്കും. ഇത് കൊടുക്കുന്നത് രോഗിയായി ചെല്ലുന്നവർക്കാണ്. അക്യുപങ്ചർ ചികിത്സ ചൈനീസ് ചികിത്സ എന്നുള്ള നിലയിൽ അംഗീകരിച്ച് അതിന് ദീർഘനാൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അതിൻ്റെ സർട്ടിഫിക്കറ്റുമായി ഡൂസ് ആൻഡ് ഡോൺസ് പറഞ്ഞ് ചെയ്യാവുന്നതും ചെയ്തു കൂടാത്തതും പറഞ്ഞ് അവർ പരിശീലിപ്പിച്ച് വിടുന്നവരുണ്ട്. ഇതങ്ങനെയല്ല. ഏത് അസുഖത്തിനും അവരുടെ കയ്യിൽ ചികിത്സയുണ്ട്. ഈ നാട്ടുമ്പുറത്ത് പലതിനും കമ്മീഷനെ നിയമിക്കുന്നത് പോലെ ഈ വ്യാജ ചികിത്സയ്ക്കെതിരെ ഒരു കമ്മീഷനെ വെച്ചാൽ പൊതുസമൂഹത്തിൽ നിന്ന് ഒത്തിരി പേർ ഇതിൻ്റെ തെളിവുകളുമായി ഹാജരാവും. പലതും സാമ്പത്തികമില്ലാത്ത നിരപരാധികളാണ് ഇതിൽ കുടുങ്ങിപ്പോകുന്നത്. പിന്നെ ഇതിനകത്തേക്ക് ഒരാത്മീയത കൂടി തള്ളി നീക്കുന്നുണ്ട്. കുറച്ച് ആണാടിനെ പോലെ പൂശാന്താടി വെച്ച കുറേ ആളുകൾ നടത്തുന്ന ഒരു അഭ്യാസം ഇതിലുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മതത്തെ കൂടി കയറ്റുന്നവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലാണ് ഇത്തരം ഇനങ്ങളെ കൂടുതൽ പെട്ടെന്ന് കിട്ടുക. കുട്ടികളുടെ ലഭ്യതയും അതുപോലുള്ള ലഭ്യതയും ഒക്കെ കൂടുതലുള്ളതുകൊണ്ടും എല്ലാത്തിനെയും പടച്ചവനുമായി അങ്ങ് ബന്ധപ്പെടുത്തിയാൽ അങ്ങനെ ഭ്രാന്തന്മാരായി മാറുന്നവർ കുറേ പേരുള്ളതുകൊണ്ട് ഈ അഭ്യാസം ഇവിടെ തുടരുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അങ്ങ് ആ യാത്രയിൽ മലപ്പുറത്താണെന്നാണ് എൻ്റെ ഓർമ്മ, പറഞ്ഞ വാക്ക് പാലിക്കണം. ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കണം. ഇതിന് കാരണക്കാരായവരെ SIT പോലെ നിയമിച്ച് ഇതിൻ്റെ പരിശീലന സ്ഥാപനങ്ങൾ അടക്കം പരിശോധിച്ച് ഇതൊക്കെ ചെയ്യാനുള്ള യോഗ്യത എന്താണെന്ന് കണക്ക് മനസ്സിലാക്കി ഈ രംഗത്ത് വ്യാപകമായ ഇടപെടലുണ്ടാവണം. ആരോഗ്യമേഖലയാണെന്ന് മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്നത് ഓരോ തരത്തിൽ. ഇതെങ്കിലും അവസാനമാകുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ആളുകളോട് ഇത്തരം മനോരോഗികളുടെ കൂടെ ജീവിക്കുന്നവരെ മോചിപ്പിക്കാൻ നാട്ടിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടാവണം. അല്ലെങ്കിൽ എവനെയൊക്കെ കെട്ടിയിട്ട് ആമവാദത്തിൻ്റെ മരുന്ന് കൊടുത്ത് മയക്കി കിടത്തണം. അതാണ് ഈ സമൂഹത്തിൽ വേണ്ടത്.